ഡിസംബർ 4 ആഗമനകാലത്തിൻ്റെ ആദ്യ ആഴ്ചയിലെ വ്യാഴാഴ്ച. മത്തായി 7:21 24 മുതൽ 27 വരെയും വാക്യങ്ങൾ. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് മണൽ കൊണ്ട് ഒരു വീട് പണിയുകയായിരുന്നു. പണി കഴിഞ്ഞപ്പോൾ അത് വളരെ മനോഹരമായി കാണപ്പെട്ടു. എന്നാൽ താമസിയാതെ ശക്തമായ ഒരു തിരമാല കരയിലേക്ക് വന്ന് ആ കുട്ടിയുടെ സ്വപ്നഭവനം കഴുകിക്കളഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രോതാക്കൾ മാത്രമായവരും എന്നാൽ പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്താൻ യേശു 2 ഉപമകൾ പറയുന്നു. യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. തൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും തുടർന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പാറയുടെ അടിത്തറയിൽ തൻ്റെ വീട് പണിയുമെന്ന് അവൻ തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു രൂപകമായി യേശു വീട് ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതം യേശുവിൽ ആഴത്തിൽ വേരൂന്നിയതാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടും. എന്നാൽ നമ്മുടെ ജീവിതം ലൗകിക കാര്യങ്ങളിലും അഭിലാഷങ്ങളിലും അധിഷ്ഠിതമാണെങ്കിൽ നമ്മൾ നശിക്കും. ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തെയും അടിത്തറയെയും പരിശോധിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ചോദ്യം ഇതാണ്: നമ്മൾ വെറും കേൾവിക്കാർ മാത്രമാണോ, അതോ ദൈവവചനം കേട്ട് പ്രവർത്തിക്കുന്നവരാണോ? 2 മനുഷ്യർ വീടുകൾ പണിയുന്നതിൻ്റെ ഒരു ചിത്രം ഇന്നത്തെ ഉപമ കാണിക്കുന്നു. ഇരുവരും ഒരേ അനിവാര്യമായ പരീക്ഷണങ്ങളെ നേരിടുന്നു. മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം ഉയരുന്നു, കാറ്റ് വീശുന്നു. എന്നിരുന്നാലും ഫലങ്ങൾ നാടകീയമായി വ്യത്യസ്തമാണ്. പാറമേൽ പണിത വീട് ഉറച്ചു നിൽക്കുന്നു, അതേസമയം മണലിൽ പണിതത് തകർന്നു വീഴുന്നു. പാറമേൽ പണിയുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു അതിനെ നിർവചിക്കുന്നത് തൻ്റെ വാക്കുകൾ കേട്ട് അവ പ്രായോഗികമാക്കുന്നവരെയാണ്. ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ നമ്മുടെ അധരങ്ങൾ കൊണ്ട് അവനെ കർത്താവെന്ന് വിളിക്കുകയോ ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിന് അനുസരണം ആവശ്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ അവൻ്റെ പഠിപ്പിക്കലുകളുമായി പൊരുത്തപ്പെടണം. പ്രത്യേകിച്ച് അവ നമ്മുടെ സുഖസൗകര്യങ്ങളെയോ ആഡംബരത്തെയോ വെല്ലുവിളിക്കുമ്പോൾ. പാറമേൽ പണിതാൽ നമ്മുടെ ബന്ധങ്ങൾ, തീരുമാനങ്ങൾ, അഭിലാഷങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുൾപ്പെടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും മൂലക്കല്ലായി യേശുവിനെ മാറ്റുക എന്നതാണ്. സമഗ്രതയോടെ ജീവിക്കുക, നീതി തേടുക, കരുണയെ സ്നേഹിക്കുക, ദൈവത്തോടൊപ്പം എളിമയോടെ നടക്കുക എന്നിവയാണ് അത്. ഏത് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയുന്ന ഒരു ജീവിതം രൂപപ്പെടുത്തുന്ന ആത്മീയ ഇഷ്ടികകളാണവ. നേരെ മറിച്ച് മണലിൽ പണിയുന്നത് ആഴം കുറഞ്ഞതും ഉപരിപ്ലവമായ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോഴും അതിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും നിത്യസത്യങ്ങളെക്കാൾ ലൗകിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോഴും പരീക്ഷണങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികളോ ആരോഗ്യ വെല്ലുവിളികളോ ബന്ധങ്ങളിലെ തകർച്ചകളോ ആകട്ടെ, നമ്മുടെ ജീവിതം തകർന്നു വീഴുന്നു. കാരണം അടിത്തറ അസ്ഥിരമാണ്. കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തമായൊരു ജീവിതം യേശു വാഗ്ദാനം ചെയ്യുന്നില്ല. മറിച്ച് യേശുവിനെ നമ്മുടെ അടിത്തറയായി കണക്കാക്കിയാൽ നമുക്ക് സഹിക്കാൻ കഴിയുമെന്ന് അവിടുന്ന് ഉറപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സത്യത്തിൽ നാം വേരൂന്നുമ്പോൾ പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് സമാധാനവും നിരാശയിൽ പ്രത്യാശയും ബലഹീനതയിൽ ശക്തിയും കണ്ടെത്താനാകും.
എല്ലാവർക്കും ആഗമനകാലത്തിൻ്റെ പുണ്യത്തിൽ വളരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.